കഥ തുടങ്ങുന്നത് വിശാലമായി കിടക്കുന്ന തരിശു ഭൂമിയിലൂടെ നടക്കുന്ന ബ്രൂസ് ബാനറിനെ കാണിച്ചുകൊണ്ടാണ്. നമ്മൾ പതിവായി കണ്ടുള്ള ബ്രൂസിൽ നിന്നും തികച്ചും വ്യത്യാസമായൊരു ബ്രൂസിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വർഷങ്ങളായി ബ്രൂസ് ഒറ്റയ്ക്കാണ്. എങ്ങോട്ടെന്നറിയാതെ എന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രൂസിന് എവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നത് പച്ച നിറമുള്ള ആകാശവും വരണ്ടു കിടക്കുന്ന ഭൂമിയും മാത്രമാണ്. അവിടെ ബ്രൂസ് ഒറ്റയ്ക്കായിരുന്നു. അല്ല, അവർ ഒറ്റയ്ക്കായിരുന്നു. ബ്രൂസും പിന്നെ തൻ്റെ ദേഷ്യക്കാരനായ സുഹൃത്ത് ഹൽക്കും. അസ്തമിക്കുന്ന സൂര്യനെ നോക്കി ഒരു കുന്നിന് മുകളിൽ ഇരിക്കുന്ന ബ്രൂസ് തൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നു. ഇപ്പോൾ എനിക്ക് 200 അതിലധികമോ പ്രായമുണ്ടായിരിക്കും. ഞാൻ ദുർബലനാണ്. എനിക്ക് ചിലപ്പോൾ മരിക്കണമെന്നും സ്വർഗത്തിൽ പോകണമെന്നും ഒക്കെ തോന്നാറുണ്ട്. എന്നാൽ അവൻ എന്നെ അതിന് അനുവദിക്കുന്നില്ല. ഒരിക്കൽ എന്നെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനും ബലവാനുമാക്കിയിരുന്ന എൻ്റെ ശക്തികളെല്ലാം ഇന്നിപ്പോൾ എനിക്ക് ഒരു ശാപമായി തോന്നുന്നു. ബ്രൂസ് പറഞ്ഞു വരുന്നത് ഹൽക്കിനെ പറ്റിയാണ്. തനിക്കിഷ്ടമല്ലാത്ത അയാളുടെ മറ്റൊരു മുഖം. സൂര്യൻ്റെ വെളിച്ചം പതിയെ മാഞ്ഞു തുടങ്ങി. അസ്തമിക്കുന്ന സൂര്യൻ്റെ മറവ് പിടിച്ച് ഇരുട്ട് വന്നു തുടങ്ങി. കൂടെ അസഹനീയമായ തണുപ്പും. ബ്രൂസിൻ്റെ പ്രായമായ ദുർബലമായ ശരീരത്തിന് അത്രയും തണുപ്പ് സഹിക്കാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ ഹൽക്ക് ഉണരുന്നു. ഹൽക്കിൻ്റെ ശരീരത്തിനെ ഇതൊന്നും ബാധിക്കുമായിരുന്നില്ല. തണുപ്പോ ചൂടോ വേദനയോ ഇഷ്ടമോ ദയോ ഒന്നും അവനെ ബാധിക്കുമായിരുന്നില്ല. ഹൽക്കിന് എല്ലാത്തിനോടും വെറുപ്പാണ്. അവൻ ഏറ്റവും വെറുപ്പ് ബ്രൂസ് ബാനർ എന്ന അവൻ്റെ മറ്റൊരു പകുതിയാണ്. എല്ലാത്തിൻ്റെയും തുടക്കം വർഷങ്ങൾക്ക് മുൻപാണ്. ജീവനുള്ള മനുഷ്യർ പണത്തിനും പദവിക്കും അധികാരത്തിനും വേണ്ടി സ്വന്തം ജീവൻ കളഞ്ഞ ആ ദിവസം. 2ാം ലോക മഹായുദ്ധം, ആറ്റോമിക് വെപ്പൺസിന്റെ ഒരു പുതിയ യുഗത്തിലേക്കുള്ള ചവിട്ടുപടി. എന്നാൽ ഈ യുദ്ധങ്ങളിലൂടെ പിന്നീടുണ്ടാകാൻ പോകുന്ന വിപത്തിനെ പറ്റിയോ നാശങ്ങളെ പറ്റിയോ ഇടുങ്ങിയ സ്വാർത്ഥ ചിന്തകരായ മനുഷ്യർ അറിഞ്ഞിരുന്നില്ല. യുദ്ധം അവസാനിപ്പിക്കാനായി വിക്ഷേപിച്ച ആറ്റോമിക് ബോംബിന്റെ സ്ഫോടനത്തോടെ എല്ലാം മാറി മറിഞ്ഞു. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് വർഷങ്ങളോളം നീണ്ടുനിന്നു. മുഴുവൻ മനുഷ്യരാശിയെ തന്നെ ആ ആറ്റോമിക് ബോംബിന്റെ ബ്ലാസ്റ്റ് കൊന്നൊടുക്കി. ബ്രൂസ് ബാനറിനെ ഒഴിച്ച് മുഴുവൻ അവഞ്ചേഴ്സും സൂപ്പർ ഹീറോസും വില്ലൻസും എന്നിങ്ങനെ എല്ലാവരും ആ ഒരു വിപത്തിനിരയായി. ഹീലിംഗ് ഫാക്ടർ എന്ന തൻ്റെ കഴിവ് ബ്രൂസ് ബാനറിന് ഒരു ശാപമായി മാറി. തൻ്റെ കൺമുൻപിൽ തന്നെ സ്വന്തം സുഹൃത്തുക്കളും സഹജീവികളും ഇല്ലാതാകുന്നത് ബ്രൂസ് കണ്ടു. ഗാമ റേഡിയേഷനിൽ നിന്നുമുണ്ടായ ഹൽക്കിന് ആറ്റോമിക് ബോംബിന്റെ റേഡിയേഷനുകൾ എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അവൻ അതിനാൽ ഇപ്പോഴും ജീവിക്കുന്നു, കൂടെ ബ്രൂസും. അങ്ങനെ ഭൂമിയിലെ ജീവനുള്ള അവസാന മനുഷ്യനായി ബ്രൂസ് ബാനർ മാറി. അയാൾ മുഴുവൻ നോർത്ത് അമേരിക്കയും അരിച്ചുപെറുക്കി. കാനഡ, മെക്സിക്കോ, പിന്നെ സൗത്ത് അമേരിക്ക എന്നിങ്ങനെ എല്ലായിടത്തും ജീവനുള്ള മനുഷ്യരെ അന്വേഷിച്ച് അയാൾ യാത്ര നടത്തിയിരുന്നു. എന്നാൽ ഉണങ്ങിയ മരങ്ങളും മരുഭൂമികളുമല്ലാതെ ഒന്നും അവിടെ കാണാൻ സാധിച്ചില്ല. അയാൾ ഒറ്റപ്പെട്ടു വർഷങ്ങളോളം. പണമോ സ്വത്തോ ബലമോ ബുദ്ധിയോ എന്തൊക്കെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായാലും ഒറ്റപ്പെട്ടു പോകുന്ന ആളാണ് നിങ്ങളെങ്കിൽ അവയ്ക്കൊന്നിനും ഒരർത്ഥവും ഉണ്ടാകില്ല എന്ന സത്യം ബ്രൂസ് ബാനർ തിരിച്ചറിഞ്ഞു. നടന്നുകൊണ്ടിരിക്കുന്ന ബ്രൂസിന്റെ കൈകൾ വിറയ്ക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രായമായതിനാലാകുമെന്നാണ് ആദ്യം വിചാരിച്ചത്. എന്നാൽ തൻ്റെ ശരീരം മുഴുവനും വിറയ്ക്കുന്നതായി തോന്നുന്നു. ബ്രൂസിന് അപ്പോൾ മനസ്സിലായി, ഇതവരാണ്. ബ്രൂസ് തൻ്റെ ജീവൻ രക്ഷിക്കാനായി അവിടെ നിന്നും ഓടാൻ തുടങ്ങി. എന്നാൽ അവർ അയാളുടെ അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. ജയന്റ് ബഗ്സ്. റേഡിയേഷൻസ് അബ്സോർബ് ചെയ്താകണം അവ ഇത്രയും വലുതായത്. ജീവൻ രക്ഷിച്ചോടുന്നതിനിടയിൽ വയസ്സനായ ബാനർ താഴെ വീണു പോകുന്നു. താനിപ്പോൾ മരിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുന്ന ബ്രൂസിന്റെ കൈകൾ മെല്ലെ പച്ച നിറമാകുന്നത് അയാൾ ശ്രദ്ധിക്കുന്നു. ബ്രൂസ് ഹൽക്കിലേക്ക് രൂപം മാറുന്നു. ഒട്ടും സമയം കളയാതെ തന്നെ ഹൽക്ക് ആ ബഗ്സിനെ ആക്രമിക്കുന്നു. എന്നാൽ എണ്ണാൻ സാധിക്കാത്തത്ര ബഗ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ ഹൽക്കിനെ അവ തിന്നുന്നു. പക്ഷേ അവ പോയ ഉടനെ തന്നെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഹൽക്ക് തൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നും റീജനറേറ്റ് ചെയ്ത് പഴയ രൂപത്തിലേക്ക് എത്തുന്നു. വർഷങ്ങൾക്ക് മുൻപ് ആറ്റോമിക് വാറിന് ശേഷം മരങ്ങളും മനുഷ്യരും എല്ലാ ജീവജാലങ്ങളും റേഡിയേഷൻസിന്റെ ഇരകളായി കഴിഞ്ഞിരുന്ന സമയം. ഹൽക്കും പിന്നെ റേഡിയേഷൻസ് മൂലം മ്യൂട്ടേറ്റഡ് ആയ കുറച്ച് പ്രാണികൾ മാത്രം അവശേഷിച്ചു. കുറച്ചു പേരെയെങ്കിലും ഹൽക്കിനെ രക്ഷിക്കാൻ ശ്രമിക്കാമായിരുന്നു. എന്നാൽ മരണത്തിന് കീഴ്പ്പെടാൻ പോകുന്നവരുടെയോ അച്ഛനമ്മമാരില്ലാതെ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങളുടെയോ കരച്ചിൽ ഹൽക്ക് കണ്ടിരുന്നില്ല. കണ്ടിട്ടും കാണാത്ത പോലെ മാറി നിറന്നു എന്ന് വേണം പറയാൻ. ഹൽക്കിന് അവരുടെ നിലവിളികളും കരച്ചിലും അരോചകമായി തോന്നിയിരുന്നു. അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. മറിച്ച് ഹൽക്കിന് സന്തോഷമായിരുന്നു. കാരണം ഹൽക്കിനെ ഇതുവരെ ഒരു മനുഷ്യനും സ്നേഹിച്ചിരുന്നില്ല. അവൻ മനുഷ്യരുടെ കണ്ണിൽ എപ്പോഴും ഒരു മോൺസ്റ്റർ മാത്രമായിരുന്നു. എത്രയൊക്കെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യർ അവനെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. ഹൽക്ക് വിചാരിച്ചു, അവർ അവനോട് ചെയ്തതിൻ്റെ എല്ലാം ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ഹൽക്ക് ഇവരിൽ നിന്നും ഒറ്റയ്ക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ആളുകളുടെ കരച്ചിൽ കേട്ട് മതിയായ ഹൽക്ക് ഒറ്റയ്ക്ക് ഒരു ഗുഹയ്ക്കുള്ളിൽ ഇരിക്കാൻ തുടങ്ങി. പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. പെട്ടെന്നൊരിക്കൽ ആ ഗുഹ തുറക്കപ്പെട്ടു. അതൊരു റോബോട്ടായിരുന്നു. ആ റോബോട്ട് പറഞ്ഞു, അതെ, ഈ റീഡിംഗ് ശരിയായിരുന്നു. ഇവിടെ ഒരു ഹ്യൂമൻ ഉണ്ട്.
ഈ പ്ലാനറ്റിലെ അവസാനത്തെ മനുഷ്യൻ. ബ്രൂസ് ചോദിച്ചു, നീ നീ ആരാണ്? ഞാൻ ഒരു റെക്കോർഡറാണ്. ഒരുപാട് പ്ലാനറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്താണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ബ്രൂസ് വീണ്ടും ചോദിച്ചു, ഞങ്ങൾ ചെയ്ത തെറ്റുകളെ മനസ്സിലാക്കി നിങ്ങളും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി വന്നതാണോ? അല്ല, ഹ്യൂമൻസ് എപ്പോഴും ഞങ്ങൾക്കൊരാപത്ത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും മരിച്ചോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ബ്രൂസ് ചോദിച്ചു, നീ എന്നെ കൊല്ലാൻ പോവുകയാണോ? അല്ല, ഞാനൊരു റെക്കോർഡർ മാത്രമാണ്. എനിക്ക് ആരെയും കൊല്ലാൻ സാധിക്കില്ല. മറുപടി പറഞ്ഞ ശേഷം റോബോട്ട് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിനെ ബ്രൂസ് ബാനറിനെ നിരീക്ഷിക്കാനായി അവിടെ തന്നെ നിർത്തുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ആ റോബോട്ട് എവിടേക്കോ ടെലിപ്പോർട്ടായി പോകുന്നു. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ താനല്ലാതെ വേറെ ആരും തന്നെ ജീവനോടെ ഇല്ല എന്ന സത്യം ബ്രൂസ് മനസ്സിലാക്കി. ഒറ്റയ്ക്കുള്ള ജീവിതം സഹിക്കാൻ വയ്യാതെ ഒരുപാട് വട്ടം ജീവനൊടുക്കാൻ ബ്രൂസ് ശ്രമം നടത്തിയിട്ടുണ്ട്. വലിയ മലകളുടെ മുകളിൽ നിന്ന് വരെ ചാടി ആത്മഹത്യ ചെയ്യാൻ ബ്രൂസ് ശ്രമിച്ചു. എന്നാൽ എപ്പോഴത്തെയും പോലെ ഹൽക്ക് അതിനും സമ്മതിച്ചില്ല. നാളുകൾക്ക് ശേഷം ഒരു ഇടിമിന്നലിൻ്റെ ശബ്ദം കേട്ട് സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണരുന്ന ബ്രൂസ് അസഹനീയമായ വേദന കൊണ്ട് തൻ്റെ നെഞ്ചിൽ അമർത്തിപ്പിടിക്കുന്നു. വേദന കൊണ്ട് അയാൾ അലറി വിളിക്കാൻ തുടങ്ങി. ഗുഹയിൽ നിന്നും വെളിയിലെത്തുന്ന ബ്രൂസിനെ കാത്ത് അയാളുടെ പ്രിയപ്പെട്ടവരെല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ബ്രൂസിനെ അവരുടെ പക്കലേക്ക് വിളിച്ചു. എന്നാൽ ഹൽക്കിന് ഇതൊന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതെ, അങ്ങനെ ബ്രൂസിൻ്റെ ഏറ്റവും വലുതും അവസാനത്തേതുമായ ആ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. ഏതൊരു വസ്തുവായാലും ഉത്ഭവമുണ്ടെങ്കിൽ അന്ത്യവും ഉണ്ടാകും. ജനിക്കുന്ന എല്ലാ മനുഷ്യരും ഒരിക്കൽ മരണപ്പെടുമെന്ന ആ സത്യം ബ്രൂസ് വീണ്ടും ഓർത്തു. ഈ കുഞ്ഞു ജീവിതത്തിൽ നാം എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാം. ചിലർക്ക് അത് പെട്ടെന്നുണ്ടായേക്കാം, മറ്റു ചിലർക്ക് വളരെ വൈകിയും. എന്നാൽ എപ്പോൾ മരിക്കുന്നു എന്നതല്ല, നാം ജീവനോടെ ഉണ്ടായിരുന്നപ്പോൾ എന്താണ് ചെയ്തത് എന്നതാണ് പ്രധാനം. ജാതിയുടെയോ മതത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ പേരിൽ തമ്മിൽ തല്ലുന്നതിനും കൊന്നൊടുക്കുന്നതിനും പകരം എല്ലാവരും ഒന്നായി ഒരുപോലെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഇന്നീ ഭൂമി ഈ അവസ്ഥയിൽ ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെ ബ്രൂസ് അവസാനമായി ഹൽക്കിനോട് വിട പറയുന്നു. ബ്രൂസിൻ്റെ ദുർബലമായ ശരീരം എന്നേക്കുമായി ഹൽക്കിന് കൈമാറിക്കൊണ്ട് ബ്രൂസ് തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം പോകുന്നു. ഇപ്പോൾ ബ്രൂസും ഹൽക്കും ആഗ്രഹിച്ചതുപോലെ തന്നെ ഇരുവരും പിരിഞ്ഞിരിക്കുന്നു. ഇനി ഭൂമിയിൽ അവശേഷിക്കുന്ന ഒരേയൊരു ജീവൻ ഹൽക്ക് മാത്രം. ഹൽക്കിൻ്റെ ആഗ്രഹം പോലെ തന്നെ അവൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഭൂമിയിലെ ഏറ്റവും ശക്തൻ അവനാണ്. അവസാനത്തെ ജീവനും അവൻ തന്നെ. ആദ്യമായി ഹൽക്കിന് തൻ്റെ ശരീരത്തിൽ എന്തോ അനുഭവപ്പെടുന്നു. അതെ, അത് തണുപ്പാണ്. ഹൽക്ക് അങ്ങനെ ആദ്യമായി കോൾഡ് എന്ന ഫീലിംഗ് എന്താണെന്ന് അറിയുന്നു.